അങ്ങനെ പാരാഗ്ലൈഡിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഹോട്ടലിലെത്തിയപ്പോൾ നല്ല അടിപൊളി മഴ. അതും മഴ എന്ന് പറയുമ്പോൾ ഇടിമിന്നലും വിത്ത് ആലിപ്പഴമൊക്കെ കൂടിയിട്ടുള്ളൊരു മഴയായിരുന്നു കേട്ടോ. ആലിപ്പഴം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അതിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ശരത്തേട്ടനാണ് ഈ ഒരു പ്ലാൻ പറഞ്ഞത് നമുക്ക് പുറത്ത് നടക്കാൻ ഇറങ്ങാമെന്നുള്ളത്. നമ്മൾ വരുന്ന സമയത്ത് ഈവനിങ്ങിൽ ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കേട്ടോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ മേ ബി മൈനസൊക്കെ ആയിട്ടുണ്ടാകും. കാരണം ഞങ്ങൾക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല ആരും നടക്കാനൊന്നും. എന്നാലും ജസ്റ്റ് എന്തായാലും നാളെ പോവല്ലേ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും നടക്കാൻ ഇറങ്ങി. ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗോദാവരി ഇന്ന. അതിൻ്റെ ഒരു സൈഡിൽ അവരുടെ പുതിയ ഫ്ലാറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പഴയതിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബാൽക്കണി വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഹോട്ടലായിരുന്നു. എനിക്കിതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടമായത് ക്ലോക്സ് ഹോട്ടലാണ് കേട്ടോ. ഇവിടുത്തെ ബാൽക്കണി വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ നേരമൊക്കെ നടന്നു. കുറച്ച് നേരം ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഒട്ടും ഈ തണവ് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഡാൻസൊക്കെ കളിച്ചിട്ട് അത് വെറുതെ നമ്മളൊരു മെമ്മറിക്ക് വേണ്ടി ഇവിടെ എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ എത്തിയിട്ട് ഈ ഒരു ഗെയിമൊക്കെ കളിച്ചു എല്ലാവരും കൂടിയിട്ട്. ഇതിൻ്റെ ഗൈഡ് ഉണ്ണിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബാക്കി 3 പേർക്കും ഈ ഒരു ഗെയിമിൻ്റെ ABCD അറിയില്ല. ഉണ്ണിയാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഞാനും ശരത്തേട്ടനും ഒരു ടീമായി, ഉണ്ണി നിത്തി ഒരു ടീമായി. എന്നിട്ട് ഞങ്ങൾ കളിച്ചതാണ് കേട്ടോ. ഇതിൽ അറിയില്ലെങ്കിൽ കൂടി ഞങ്ങൾ ബോളൊക്കെ ആ ഒരു ഹോളിലേക്കൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. സെറ്റായിരുന്നു കേട്ടോ. എന്നാലും അതൊക്കെ ഒരു മെമ്മറി ആയിരുന്നു, അടിപൊളിയായിരുന്നു അന്നൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ടാണ്. കാരണം നിച്ചുവിനും ഋതുവിനും ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഇനി ഫുഡൊക്കെ കൊടുത്ത് നാളെ നമുക്ക് വീണ്ടും സ്നോയിലേക്ക് പോയി കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.